അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ആ കുട്ടി കുളിച്ച കടവിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതാണ് ആ കടവ്. മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ പഞ്ചായത്തിലെ കളിയാട്ടമുക്ക്, അതായത് 18-ാം വാർഡ് ഉൾപ്പെടുന്ന പാറക്കൽ കടവ് എന്ന് പറയുന്ന ഈ കടവിലാണ് ആ കുട്ടിയും അവരുടെ ബന്ധുക്കളടങ്ങിയ മറ്റു കുട്ടികളുമൊക്കെ കുളിച്ചെന്ന് പറയുന്ന ഈ കടവ്. ഈ കടവിൽ ഇപ്പോൾ വെള്ളം തെളിഞ്ഞതാണ്. പക്ഷേ ഈ പ്രദേശവാസികൾ പറയുന്നത് ദിവസങ്ങൾക്ക് മുൻപ്, അതായത് 10 ദിവസം മുൻപാണ് കുട്ടി കുളിച്ചത്. ആ സമയത്ത് ഈ വെള്ളം നല്ല കറുത്ത നിറത്തിലായിരുന്നു. ഈ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിൽ, കാരണം ഈ സമീപ പ്രദേശത്ത് ഒരു ഷട്ടറുണ്ട്, മണ്ണട്ടാമ്പാറ അണക്കെട്ടെന്ന് പറയും. ആ അണക്കെട്ട് താഴ്ത്തിയത് കൊണ്ട് തന്നെ ഈ വെള്ളം ഒരു കെട്ടി നിൽക്കുന്ന പ്രതീതിയാണ് ഉള്ളത്. ഇവിടെയായിരുന്നു ആ കുട്ടി കൂടെ ഉണ്ടായിരുന്ന കുട്ടികളും കുളിച്ചിരുന്നത്. അതിനുശേഷമാണ് ആ കുട്ടിക്ക് അസ്വസ്ഥതകൾ കണ്ടു തുടങ്ങിയതും പിന്നീട് തിരൂരങ്ങാടിയിൽ ചെമ്മാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. അവിടെ നിന്ന് ചേളാരിയിൽ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട്ടേക്കും മാറ്റുന്നൊരു സാഹചര്യമുണ്ട്. അതിപ്പോൾ കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിലാണ് കുട്ടിയുള്ളത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന കുളിക്കാനെത്തിയ മറ്റു ബന്ധുക്കളായ 4 കുട്ടികൾ കൂടി ഇത്തരത്തിൽ ചെറിയ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവരും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ് എന്നുള്ളതാണ്. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ധാരാളം ആളുകൾ കുളിക്കാൻ വരുന്നൊരു പ്രദേശമാണ്. ഈ കടവ് മാത്രമല്ല, സമീപത്തായി 1.5 കിലോമീറ്റർ ചുറ്റളവിൽ 4ഓളം കടവുകളുണ്ട്. അവിടെ എല്ലാം ആളുകൾ കുളിക്കാൻ വരുന്ന ഒരു പ്രദേശമാണ്. ഇതുപോലെ ആളുകൾക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് തന്നെ കുളിക്കാനും ഒക്കെ സൗകര്യമുള്ള ഒരു കടവുകളായതുകൊണ്ട് തന്നെ മറ്റു പല പ്രദേശങ്ങളിൽ നടക്കും, മറ്റു പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റികളിൽ നിന്നും അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് കുളിക്കാൻ വരാറുണ്ട് എന്നാണ് ഈ പ്രദേശത്തെ ആളുകൾ പറയുന്നത്. ഏതായാലും ഈ നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അത്യപൂർവമായൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഈ പുഴയിൽ കുളിച്ച ആളുകളോട് എന്തെങ്കിലും ലക്ഷണങ്ങൾ അവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആശുപത്രിയെ സമീപിക്കുകയും ആരോഗ്യ കേന്ദ്രത്തെ സമീപിക്കാനൊക്കെ ആണ് ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർ അടക്കമുള്ളവർ നിർദ്ദേശം നൽകുന്നത്. അതോടൊപ്പം തന്നെ ഈ കടവുകൾ അടയ്ക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ കടവുകൾ ഔദ്യോഗികമായി അടയ്ക്കും. അതായത് ഇവിടെ ഒരു ബാനർ സ്ഥാപിക്കും, ഈ കടവിലേക്ക് ഇനി ആരും കുളിക്കാൻ വരരുത്, ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഇവിടെ കുട്ടികൾ പ്രത്യേകിച്ച് കുളിക്കരുത് എന്നുള്ള കർശന നിർദ്ദേശമാണ് ഈ മൂന്നിയൂരിലെ ആരോഗ്യ പ്രവർത്തകരും പൊതുപ്രവർത്തകരും നാട്ടുകാരുൾപ്പെടെയുള്ളവർ ചെയ്യാൻ പോകുന്നത്. കാരണം ഈ ഒരു സാഹചര്യം ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം അത്യപൂർവമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരൊരു സംഭവം നേരത്തെ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. പല സമയങ്ങളിലായി ആളുകൾ ഇവിടെ വന്ന് കുളിക്കാറുള്ളതാണ്. ഇവിടെ കക്ക വാരാൻ വരുന്ന ആളുകളുള്ളതാണ്. അത്തരത്തിൽ വർഷങ്ങളായ ആളുകൾ ഇവിടെ കുളിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇത്തരത്തിലൊരു സംഭവം ആദ്യമാണെന്നാണ് ഈ നാട്ടുകാർ അടക്കമുള്ളവർ പറയുന്നത്. ഇപ്പോൾ ഈ നാട്ടുകാർ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇവിടെ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ ധാരാളം ആളുകൾ വരാറുണ്ട്. ഇപ്പോൾ കക്ക വരാനാണ് കൂടുതലുണ്ടായത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് കുളിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ വെക്കേഷൻ ആയതുകൊണ്ടാണ് ഇത്ര ഇതുള്ളത്. കുട്ടി കുളിച്ചതിന് ശേഷം പിന്നെ അതിപ്പോൾ ഇന്നാണല്ലോ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. ഇന്നലെ വരെ കുളിച്ചിട്ടുണ്ടാവും. ഇന്നിപ്പോൾ ആരും കണ്ടില്ല. ഇന്നിപ്പോൾ എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ആരും കണ്ടില്ല. ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് കേൾക്കണം. നമ്മൾ ഇപ്പോൾ അനവധി കാലങ്ങളായിട്ട് ഇവിടെ അടുത്ത് തന്നെ താമസമുള്ള ആളുകളാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അത് കേട്ടതോടെ വളരെയധികം വിഷമം തോന്നിയിട്ടുണ്ട്. ഇവിടെ പിന്നെ നേരത്തെ കുളിക്കുന്ന കളവ് കൂടിയാണല്ലോ. ഇത്തരത്തിലൊരു സംഭവം ആദ്യമായിട്ടാണ്. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾ മണിക്കൂറുകളോളം ഇരുന്ന് എടുക്കാനും കക്ക വരാനും അതുപോലെ പുഴയിലൊന്ന് കുളിക്കാനും ഒക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ എൻ്റെ മക്കൾ തന്നെ ഇവരൊക്കെ തന്നെ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ വന്ന് പുഴയിൽ നിന്ന് കുളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു പ്രയാസത്തിലാണ് ഞങ്ങളുള്ളത്. ഇതേപോലെ ഇങ്ങനെ ഈ വിഷയം വന്നപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലായത്. ഏതായിരുന്നാലും നമ്മുടെ പുഴ യാതൊരു ബുദ്ധിമുട്ടില്ലാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ആശിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ ആളുകൾ ആശങ്കയിലാണ്, പ്രദേശവാസി. കാരണം അവരൊക്കെ ദിവസം വന്ന് കുളിക്കുന്ന ഒരു കുളമാണ്, അവർ കുട്ടികളടക്കമുള്ളവർ വന്ന് കുളിക്കുന്ന ഒരു പുഴയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ സംഭവം എന്നത് അവർക്ക് ആശങ്ക ഉളവാക്കുന്നുണ്ട്. ഏതായാലും ആരോഗ്യ പ്രവർത്തകർ ആരോഗ്യ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരെ നിർബന്ധമായും തീർച്ചയായിട്ടും ഈ ആരോഗ്യ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ചികിത്സ തേടാനുള്ള നിർദ്ദേശവും ഇപ്പോൾ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ വീടിന് സമീപത്തായിട്ടുള്ള ഏതാണ്ട് 19ഓളം വീടുകൾ ചുറ്റളവിൽ ഇപ്പോൾ കിണറിലടക്കം ക്ലോറിഫിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ ആരോഗ്യ ജാഗ്രതാ നിർദ്ദേശം കർശനമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ മൂന്നിയൂരിൽ നിന്ന്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.